പക്ഷെ ഇപ്പൊ നോക്കുമല്ലോ ശരിക്കും ഒരു രസമില്ലായിരുന്നു. ആ ഒരു സ്റ്റൈലുള്ള ഞാൻ അന്നേരം ഒരു ഋത്തിക് റോഷൻ ആയിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു റീൽ കണ്ടിട്ടുണ്ടോ അതിന് ശേഷം അപ്പൊ ആ ഒരു സാധനം ഞാൻ സെലിബ്രിറ്റീസ് ഒക്കെ പറയുന്നുണ്ട് സക്സസ്ഫുൾ മാരേജ് ലൈഫിന്റെ ഇതെന്താ, ലിസൺ ടു യുവർ വൈഫ്. പറയണ രണ്ടു വാക്ക് പൊക്കി പറയും ഭർത്താവാണ് വേദന എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഹലോ, വെൽക്കം ടു ദി മല്ലു മൈക്ക്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതരായിട്ടുള്ള മീത്ത് ആൻഡ് മിറി. വെൽക്കം. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര കത്തി നിൽക്കുന്ന ഒരു കപ്പിളാണ് മീത്ത് ആൻഡ് മിറി. സോ ഋതുഷ എന്നാണല്ലോ റിയൽ ആയിട്ടുള്ള നെയിം. ഋതുഷ എന്നുള്ള നെയിമിൽ നിന്ന് മിറിയിലോട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? ആ പേര് വരാനുള്ള ഒരു റീസൺ? ആ പേര് അത് ഞാൻ ഓക്കെ, നമ്മൾ ഓൾറെഡി കുറെ പറഞ്ഞിട്ടുണ്ട്. ആൾക്കാർ കേട്ടിട്ട് മടുത്തായിരിക്കും അല്ലേ. എന്നാലും എനിക്ക് പഠിച്ചു പറയാം. മിറിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരമാണ് ആർ, മീത്തിന്റെ എം, ആറായി മീത്തിന്റെ മീ, അപ്പം മീ റി, അതാണ് മിറി. അത് എനിക്കായിട്ടൊരു യുണീക്ക് നെയിം. ഞാൻ വിളിക്കുമ്പം എനിക്കായിട്ടൊരു സ്പെഷ്യൽ നെയിം. അങ്ങനെ നമ്മൾ പെണ്ണ് കണ്ടതിന് ശേഷം അല്ലേ, അപ്പം നമ്മൾ ആദ്യം ഞാൻ റിമി അങ്ങനെ നോക്കുമ്പോൾ ഋതുഷയുടെ റിയും മീ റിമി. റിമി ടോമി ഓൾറെഡി ഉണ്ടല്ലോ, അപ്പോൾ വേണ്ട, തിരിച്ചിട്ടു. അങ്ങനെ മിറി. പിന്നെ ഞാൻ വിളിക്കാൻ തുടങ്ങിയത് എല്ലാവരും അതന്നെ വിളിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ രണ്ടാളുടെയും പേര് മിറി എന്നുള്ളത് അങ്ങിട്ടു. പിന്നെ അതാണ് ഒരു ബ്രാൻഡ് നെയിം ആയിട്ട് അങ്ങ് മാറി. ഇതിപ്പോ ഋതുഷ എന്നുള്ള പേര് നോർമലി ആൾക്കാർക്ക് അറിയത്തുണ്ടാവില്ലായിരിക്കും. മിറി എന്നുള്ള സോഷ്യൽ മീഡിയയിൽ ആൾക്കാർക്ക് വളരെ കുറവാണ്. എന്റെ ഇൻസ്റ്റാ ഹാൻഡിൽ ഋതുഷ തന്നെയാണ്. അങ്ങനെ കുറച്ചുപേർ തരാശെന്ന് വിളിക്കുമ്പോ എല്ലാരും മിറിന്നാ വിളിക്കാം. ഓക്കെ, ഈ ഋതുഷ എന്നുള്ള ആളിൽ നിന്ന് മിറിയിലോട്ട് വരുമ്പോൾ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടല്ലോ. അതൊരു വലിയ ജേണി തന്നെയായിരിക്കും. ഓഫ് കോഴ്സ് ലുക്കിലാണെങ്കിലും ക്യാരക്ടറിലാണെങ്കിലും ലൈഫ് സ്റ്റൈലിലാണെങ്കിലും ഒരുപാട് ചേഞ്ചസ്. അങ്ങനെയല്ല, ഇന്ന് നമ്മള് ഹോസ്പിറ്റലിൽ പോയപ്പം എൻ്റെ ഗാലറിയിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തേനെ, ഒരു ഫോട്ടോ കണ്ടിട്ട് എൻ്റെ ഫോട്ടോ മിറിയുടെ ഫോട്ടോ കണ്ടിട്ട് പേടിച്ചു പോയി. ഏതോ ഒരു നമ്മുടെ ഇഷ്ടമുള്ള ഒരു ഫാൻ തന്നെ ഇട്ടത്, ഫാൻ ഒരു ഫോളോവർ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ. ഒരു ഫുൾ ടീഷർട്ടും ഇന്ന് കണ്ട ഫോട്ടോയില് ഞാൻ ഭയങ്കര ഒരു തവളനെ പോലെ. ഡെലിവറി കഴിയുമ്പോ മിത്തേട്ടന്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് പച്ചാളം ബാസി സ്റ്റൈൽ, ഫുൾ ഹെയർ, കുറച്ച് ഫുൾ ഹെയർ, ലോങ് ഹെയർ ആക്കിയിട്ട് അത് കെരാറ്റിനും ചെയ്തു. അപ്പൊ ഈ ഫുൾ ഇങ്ങനെ പറ്റി നിന്ന്. അപ്പൊ മിത്തേട്ടന്റെ വിചാരം അത് ഭയങ്കര സ്റ്റൈലാണ് ആ സമയത്ത്. പക്ഷെ ഇപ്പൊ നോക്കുമല്ലോ ശരിക്കും ഒരു രസമില്ലായിരുന്നു. ആ ഒരു സ്റ്റൈലുള്ള ഞാൻ അന്നേരം ഒരു ഋത്തിക് റോഷൻ ആയിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത്. മുടി സ്ട്രൈറ്റ് ചെയ്ത് പിന്നെ മറ്റേ ധൂംത്രിയിലില്ല. ഓക്കെ, ആൻഡ് നിങ്ങൾ ഫസ്റ്റത്തെ ഒരു എൻട്രി ഈ റിയാലിറ്റി ഷോ ആയിരുന്നല്ലോ നിങ്ങൾ ഭയങ്കര ഫേമസ് ആക്കിയിട്ടുള്ള. ആ ഒരു എൻട്രി എങ്ങനെയായിരുന്നു? അത് ആക്ച്വലി നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കൊറോണ ആയപ്പോൾ നമ്മൾ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് 48 ഡേയ്സിൻ്റെ നിങ്ങൾ പറയുന്നത് ക്വാറന്റൈൻ 48 ഡേയ്സ് ഉണ്ടായിരുന്നു നമുക്ക്. ആ സമയത്ത് നമുക്ക് ഡബിൾ ആയില്ലേ എന്തൊരു കാരണം കൊണ്ട്. ആ സമയത്ത് നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ടിക്ടോക്കിൽ നമ്മൾ ഓൾറെഡി കുറച്ചൊരു ഫെമിലിയർ ഫേസ് ആയി വന്ന സമയത്താണ്. നാട്ടിൽ വന്നപ്പോഴാണ് നമുക്ക് കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് കോൾ. നമുക്ക് ഓഡിഷനൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, കപ്പിൾ പ്രോഗ്രാമാണ്, ഇന്ന കുറച്ച് കപ്പിൾസ് ഉണ്ട്, നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ? അപ്പം നമുക്കതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അന്ന്. കാരണം നമ്മൾ ഈ ചെറിയ മൊബൈൽ സ്ക്രീനിൽ നിന്ന് പെട്ടെന്ന് ഒരു TV സ്ക്രീനിലേക്ക് വരാനുള്ള ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി, അത് മിസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ നമ്മൾ ഓക്കെ പറഞ്ഞു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ പണ്ട് മുതലേ എനിക്കിഷ്ടമാണ് ഈ TV, സിനിമ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. അപ്പം ഓക്കെ പറഞ്ഞു, നമ്മൾ പോയി ചെയ്തു. ഫിനാലെ വരെ നമ്മളുണ്ടായിരുന്നു. കംപ്ലീറ്റ് ടോപ്പ് 5 ആയിരുന്നു നമ്മൾ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ആ ഒരു സ്ക്രീനിൽ വന്നുകൊണ്ടാണ് നമുക്ക് ഈ ഫാമിലി ഓഡിയൻസിലേക്ക് നല്ലൊരു വെൽക്കമിങ് കിട്ടി. നമുക്ക് ഒരുപാട് നമ്മുടെ ഫാൻ ഫോളോയിങ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സിൽ ഓൾമോസ്റ്റ്
നമ്മുടെ ഹൗസ് വൈഫും ചേച്ചിമാരും അനിയത്തിമാരും യങ്സ്റ്റേഴ്സ് കപ്പിൾ അങ്ങനത്തെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ചേഞ്ച് ചെയ്യുകയാണല്ലോ. ഫുൾ കുറച്ചും കൂടെ തിരക്കായി, കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്താൻ തുടങ്ങി. അപ്പോൾ മുന്നത്തെ ഒരു ലൈഫും ഈ ഒരു ലൈഫും തമ്മിൽ മെയിനായിട്ട് നിങ്ങൾക്ക് തോന്നിയ ഒരു ഡിഫറൻസ് എന്താണ്? നമ്മുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി. മുന്നത്തെ ലൈഫ് എന്ന് പറയുമ്പം മെറി എൻജിനീയർ ആയിരുന്നു. മെറി ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ആ ഒരു എന്താ പറയണ്ട, ആ ഒരു ബിസി ലൈഫ്, വർക്ക്, ഹോം, അങ്ങനെ തന്നെ വേറെ ഒന്നും നമുക്ക് സമയമില്ല. രാവിലെ എണീക്കുന്നു, ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു, ഓഫീസിൽ പോകുന്നു, തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരുന്നു, ആ ഒരു ബിസി സ്കെഡ്യൂൾ. പിന്നെ ഡെഫിനറ്റ്ലി കുറേ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, കുറേ ലോൺസ്, കാര്യങ്ങൾ, എപ്പോഴും ഓട്ടവും ടെൻഷനും കാര്യങ്ങളൊക്കെ. എൻ്റെതായാലും അങ്ങനെ തന്നെ. ഞാൻ വർക്ക് ചെയ്തിരുന്നതൊരു കമ്പനിയിലാണ്, ഇപ്പം പ്ലേ എന്ന് പറയുന്നൊരു കമ്പനിയിൽ നല്ല റീജിയണൽ ഹെഡായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മെറീനേക്കാളും അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും ഞാനൊരു എൻ്റെ കീഴിലൊരു 180 സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു വലിയൊരു പൊസിഷനാണ്. അപ്പോൾ അത്രയും എന്താണ് പറയുക, എല്ലാ കാര്യത്തിലും ഇമ്പോർട്ടൻസ് കൊടുക്കണം, നമുക്കൊരു ടൈമില്ല. അങ്ങനത്തെ ഉള്ളൊരു ലൈഫിൽ നിന്ന് പെട്ടെന്നൊരു സ്വിച്ച് ഓഫ് ആയിട്ട് ഇവിടെ ഓണായി നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക്. പിന്നെ നമ്മുടെ ഫിനാൻഷ്യലി കുറച്ചും കൂടി ബെറ്ററായി. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആയി. നമ്മൾ ഫാഷനൊക്കെ നോക്കുകയാണെങ്കിൽ പണ്ട് ഞാൻ ഈ ഒരു ട്രെൻഡ് തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കുറച്ചും കൂടി ഇന്ന് അഡ്വാൻസ്ഡായി, കുറേ കാര്യങ്ങൾ പഠിച്ചു, കുറേ ഫ്രണ്ട്സ്, സോഷ്യൽ മീഡിയ വഴി കുറേ ക്രിയേറ്റേഴ്സ്, എൻ്റെ ഫ്രണ്ട്സ്. പിന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാം, മെറ്റ അങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ കൂടുതൽ റെക്കഗ്നിഷൻ കിട്ടി. യൂട്യൂബ് ഷോർട്സിൻ്റെ മലബാർ അംബാസിഡേഴ്സ് ആയിരുന്നു നമ്മൾ. അങ്ങനെയുള്ള കുറേ പിന്നെ കുറേ TV അവാർഡ്സ് കിട്ടി, അല്ലാതെയും അവാർഡ്സ് കിട്ടി. അപ്പോൾ കുറേ അധികം റെക്കഗ്നിഷൻ വന്നു, ആൾക്കാരുടെ മുന്നിലൊരു ഫേസ്, സ്പേസ്, ഇതൊക്കെ കിട്ടി. ഒരു നല്ലൊരു ചേഞ്ചാണ്. നമുക്കൊരിക്കലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം നമുക്ക് മോശമായിട്ട് എന്തെങ്കിലും നടന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയത്തക്കത് കുറച്ച് എന്തെങ്കിലും ഈ കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ എന്നല്ലാണ്ട് നമുക്ക് പേഴ്സണലി നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ ലൈഫ് വേണ്ടായിരുന്നു, പഴയ ലൈഫ് മതിയായിരുന്നു എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതെനിക്ക് തോന്നാറില്ല, നിനക്കിടക്കിടക്ക് തോന്നാറ്. നിരീണ്ടുള്ള ക്വസ്റ്റ്യനാണ്. അതിനോട് ചോദിച്ചോ, പറയടി. അങ്ങനെയല്ല, അത് ഇപ്പം ചോദിച്ചില്ല എന്ത് മാറ്റം ഉണ്ടായതെന്ന് ചോദിക്കുമ്പം ഒരിക്കലും ഈസി ആയിട്ടില്ല. ഫിനാൻഷ്യലി ബെറ്റർ ആയി, അങ്ങനെയാണ്. നമ്മൾ ഹാർഡ് വർക്ക് ഒരിക്കലും കുറഞ്ഞിട്ടില്ല. ഹാർഡ് വർക്ക് കൂടിയിട്ടേ ഉള്ളൂ. നമ്മൾ ആ ഒരു ജോബ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മളുടെ ടൈമിങ്സ് ഒക്കെ ഭയങ്കര കംഫർട്ടാണ്. നമ്മളുടെ ലൈഫ് സ്റ്റൈലിനോട് കൊണ്ടുപോകാൻ പറ്റിയത്. ഒരു 9 to 6 വർക്ക് ചെയ്താൽ മതി. എല്ലാ പബ്ലിക് ഹോളിഡേയ്സും സാറ്റർഡേ സൺഡേ ഓഫാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം ദിസ് EMIs ആ മാറ്റം എനിക്ക് ഭയങ്കര കംഫർട്ട് സോണിലുള്ള ഒരു ജോബായിരുന്നു എൻ്റെത്. അപ്പോൾ അത് ഇടയ്ക്ക് ഞാനിങ്ങനെ ഇതിന് ഭയങ്കര സ്ട്രെസ്സാണ് ആക്ച്വലി. നമ്മളിപ്പം ചില ആൾക്കാർ പറയും വീഡിയോ എടുക്കുന്നു ഇടുന്നു, അവർക്ക് അങ്ങനെയല്ല. നമ്മൾ അതിനെ കുറച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന വേണം. ചിലപ്പോഴൊക്കെ ഉറങ്ങാതെ ഇരുന്ന് ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ വെക്കേശ്വരം ആ പണിയായിരുന്നെങ്കിൽ ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു 11 o'clock ഉറങ്ങാൻ പറ്റുമായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ ഇത് ആക്ച്വലി നമ്മുടെ ക്രിയേറ്റർ ജേണി എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നു ഇവർക്ക് എന്താ, ഇവര് ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടാൽ ലക്ഷങ്ങള് കിട്ടും. ആക്ച്വലി അതേ അല്ല. ഇത് മെരി പറഞ്ഞ പോലെ നമ്മുടെ ഒരു 9 to 9 hours ഒരു ജോബ് ആണെങ്കിൽ നമുക്കത് കഴിഞ്ഞാൽ തീർന്നു, വീട്ടിലെത്തി പിന്നെ നമ്മുടെ വർക്കായി കാര്യങ്ങളാണ്. പക്ഷെ ക്രിയേറ്റർ ജോബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരോ സെക്കൻഡും ഓരോരോ ടാലന്റഡ് ഓരോരാൾ വൈറലായിക്കൊണ്ടിരിക്കില്ലേ. നമ്മളൊരു പ്രാവശ്യം ഒരു 10 വീഡിയോ വൈറലായി നമ്മൾ ആൾക്കാരെ അറിയാമെന്ന് വെച്ചാൽ നമ്മൾ റിലാക്സ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫെയിം അവിടെ തീർന്നു, നമ്മുടെ എല്ലാം അവിടെ കഴിഞ്ഞു. കാരണം ഒരു ബുക്കിൻ്റെ മുകളിൽ 10 ബുക്ക് എടുത്ത് വെച്ച പോലെയാണ് ഓരോ ടാലൻസ് വരുന്നത്. അപ്പം നമ്മൾ അവരുമായിട്ട് എല്ലാ ദിവസവും ചാലഞ്ചിങ് ആണ്. എല്ലാ ദിവസവും നമ്മൾ ക്രിയേറ്റീവ് ആവണം, നമ്മൾ റിലാക്സ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, നല്ല ഡിസിപ്ലിൻ ഉണ്ടാവണം, നമ്മൾ ക്രിയേറ്റീവായി ചിന്തിക്കണം, ട്രെൻഡിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ കുറേ ഹാർഡ് വർക്ക് ഉണ്ട്. പിന്നെ ഈ 1 minute കാണുന്ന വീഡിയോസൊക്കെ പല വീഡിയോസും നമ്മൾ ഷൂട്ട് ചെയ്ത് നോക്കി ചിലപ്പം 2 hours 3 hours 4 hours 8 hours വരെ ഷൂട്ട് ചെയ്ത വീഡിയോസൊക്കെ ഉണ്ട്. ഈ 1.5 minute എന്നൊക്കെ പറയുന്ന വീഡിയോസ്. പിന്നെ അത് ഷൂട്ട് കഴിഞ്ഞാൽ അവിടെ തീരുന്നില്ലല്ലോ. അതിപ്പം നമ്മൾ ഈ ഓൺ വോയിസ് ക്രിയേറ്റേഴ്സ് ആയതുകൊണ്ട് നമുക്ക് വേറെ എഡിറ്റേഴ്സ് ഒന്നുമില്ല.
മെരി തന്നെയാണ്. നമ്മുടെ ബ്രാൻഡഡ് ഡീൽസൊക്കെ എഡിറ്റ് ചെയ്യുന്ന മെരിയാണ്, അല്ലാത്ത വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് ഞാനാണ്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഡിറ്റിംഗ് ഒന്നും പഠിക്കാത്ത ആളാണ്. നമ്മൾ ഈ യൂട്യൂബൊക്കെ വന്നപ്പോൾ അതിൽ തന്നെ ചെയ്ത് സ്വന്തം എക്സ്പീരിയൻസ് വെച്ചിട്ട് പഠിച്ചതാണ്. എഡിറ്റിംഗ് ആയാലും സ്ക്രിപ്റ്റിംഗ് ആയാലും ഈ വീഡിയോ എടുക്കുന്നതായാലും ഒക്കെ. അപ്പോൾ അതിനൊക്കെ ഒരുപാട് എഫേർട്ട് ഉണ്ട്. ആൾക്കാർ വളരെ ഈസി ആയിട്ട് എന്താ വീഡിയോ ഇട്ട അതല്ല, അതിലവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ ഈ ഒരു ട്രെൻഡിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടൈം കൊടുക്കണം. വീഡിയോ എടുക്കുന്നതിന് നമുക്കൊരു ടൈമും ഇല്ല. നമ്മൾ രാത്രി 2 മണിക്ക് എടുക്കാറുണ്ട്, രാവിലെ 6 മണിക്കും എടുക്കാറുണ്ട്, ഉച്ചക്ക് 3 മണിക്കും എടുക്കാറുണ്ട്. പിന്നെ ട്രാവലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊച്ചി പോയാൽ നെക്സ്റ്റ് ഡേ ചിലപ്പം വയനാടായിരിക്കും, പിന്നെ അടുത്ത ദിവസം കാസർഗോഡായിരിക്കും. പല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വരുമല്ലോ. അങ്ങനെ അത് നല്ല ഹെക്ടിക് ആയിട്ടുള്ള ഹാർഡ് വർക്കുള്ള ഡിറ്റർമിനേഷനൊക്കെ ഉള്ള ഒരു ജോബ് തന്നെയാണ്. എൻ്റെ ഒരു വ്യൂ മാറി തന്നെ. മിറിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അന്ന് കുട്ടി ചെറുതായിരുന്നു. അപ്പം മേക്കപ്പ് ചെയ്തുകൊണ്ട് മിറി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ വിചാരിക്കുന്നത് ക്രിയേറ്റേഴ്സിൻ്റെ ലൈഫ് ഭയങ്കര ഈസിയാണ്, പക്ഷെ അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് റിയലായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സ്ട്രഗിളാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആക്റ്റീവായിരിക്കുമ്പം ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ അവർ തരണം ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തുന്നത്. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ തമ്മിൽ പക്ഷേ ആ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, അതാണല്ലോ നിങ്ങളുടെ ഒരു സ്ട്രോങ് പില്ലർ എന്ന് പറയുന്നതാണല്ലോ. എങ്ങനെയാണ് ഇത്? ഓഫ് കോഴ്സ് ഒരു ദിവസം കൊണ്ട് വന്ന ബോണ്ടിങ് ആയിരിക്കില്ല. എങ്ങനെയാണ് നിങ്ങൾ ഈ ബോണ്ടിങ് ഭയങ്കര ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നത്? അല്ല, ബോണ്ടിങ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു ഫൈറ്റ് ചെയ്യാറേ ഇല്ല. അങ്ങനെയല്ല, നമ്മൾ ഫൈറ്റ് ചെയ്യാം. അല്ല, നമ്മളിപ്പം ഈ ഒരു ഫീൽഡ്, നമ്മൾ രണ്ടാളും ഒരു ഫീൽഡിലാണ്. ഇപ്പൊ രണ്ടുപേർക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല, രണ്ടാളും 2 ദിശയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ആക്ച്വലി. പക്ഷേങ്കിൽ എനിക്കുള്ള അഭിപ്രായം ആയിരിക്കില്ല മിത്തോട്ടനുള്ള അഭിപ്രായം ആയിരിക്കില്ല എനിക്ക്. അപ്പം അത് ഒത്തുചേരുമ്പം അല്ല, അതിങ്ങനെ ക്ലാഷ് ആകുമ്പോൾ നമ്മൾ ഞാൻ ഫൈറ്റ് ചെയ്യും, മിത്തോട്ടെ അതിങ്ങനെ മിണ്ടാതിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒരു എനിക്ക് തോന്നുന്നു ഞാൻ ധ്യാനം കൊടുക്കുകയല്ല, അങ്ങനെയല്ല. പക്ഷേ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഫൈറ്റ് ഉണ്ടാവും, പക്ഷെ അത് ഓവർകം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് സക്സസ് ആവുന്നത്. ഫൈറ്റ് ഇല്ലാതെ ഇരിക്കലല്ല. എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് ആൻഡ് വൈഫായി കഴിഞ്ഞാൽ നമ്മൾ ഫൈറ്റേ ചെയ്യാറില്ല എന്ന് പറയുന്നത് ഭയങ്കര വലിയ കളത്രായി പോകും. കാരണം സ്നേഹം എപ്പോൾ നമ്മൾ പറയില്ലേ, സ്നേഹം ഉള്ളിടത്ത് വഴക്കുകളും പിണക്കങ്ങളും ഉണ്ടാകും. അപ്പോഴാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി കുറച്ചും കൂടി കൂടുന്നത്. നമ്മളെ കാര്യത്തിൽ അത് സത്യമാണ്. മേരി പറഞ്ഞതുപോലെ ഇപ്പോൾ അധികം ആൾക്കാർ എക്സ്പീരിയൻസ് പറയില്ലേ, ഒരാൾ ഭയങ്കരമായിട്ട് ചൂടായിരിക്കുമ്പോൾ ഒരാൾ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്കാരത് മനസ്സിലാക്കുക എന്തുകൊണ്ടായിരിക്കും അവർ ചൂടായത്. അല്ലാണ്ട് അവർ ചൂടാകുമ്പോൾ അതിനും വലിയ ഞാൻ അവളെക്കാളും വലുതാണ്, അല്ലെങ്കിൽ ഞാൻ അവനേക്കാളും വലുതാണ് എന്ന് വെച്ചിട്ട് അതിനും വലിയ ഒച്ചയെടുത്ത് കഴിഞ്ഞാൽ അവിടെ വീണ്ടും തകരുള്ളൂ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് മെരി എന്തെങ്കിലും ദേഷ്യം പിടിക്കുകയാണെങ്കിൽ ഞാനത് കേട്ടു നിൽക്കും. ഏറ്റവും നല്ലത് ഒരു ഗുഡ് ലിസണർ ആവുക. പ്രത്യേകിച്ച് നമ്മുടെ വൈഫിന്റെ ഞാൻ സെലിബ്രിറ്റീസ് ഒക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് സക്സസ്ഫുൾ മാരേജ് ലൈഫിന്റെ ഇതെന്താ, ലിസൺ ടു യുവർ വൈഫ്. ഞാൻ കേട്ടിട്ട് പിന്നെ ആവശ്യമുള്ളത് മാത്രം അങ്ങോട്ട് വിഴുങ്ങ, അല്ലാത്ത ഇവിടെ ഒരു ശരിയുണ്ടല്ലോ അങ്ങോട്ടേക്ക് വിടുക. പിന്നെ അതിനെ കൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞ് അതിൽ തന്നെ വീണുരുണ്ട് ചളി വരക്കി ആ പരിപാടി എനിക്കില്ല. ഞാൻ മെരി പറയുന്നത് എന്തെങ്കിലും ദേഷ്യം പിടിച്ച പിന്നെ എൻ്റെ ഒരു നമ്മുടെ രണ്ടാളും ഒരു ബെസ്റ്റ് ക്വാളിറ്റി ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പം എന്തെങ്കിലും വഴക്കുണ്ടായെന്ന് വെച്ചോ, ഞാനും മെരീനോട് അങ്ങോട്ട് വഴക്കിൽ ഇടും അങ്ങനെ. പക്ഷെ ആ വഴക്കിനൊരു 5 മിനിറ്റ്സ് കൂടുതൽ ലൈഫ് കൊടുക്കാറില്ല. എന്തെങ്കിലും വഴക്കിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്ത് ആ തെറ്റുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ സോറി പറയാം. അത് മെരി ആയാലും മെരി വന്നിട്ട് സോറി പറയും. അത് അവിടെ തീർന്നിരിക്കും. അത് നമ്മളുടെ ഞാൻ മെരീനോട് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ സോറി പറയണമെങ്കിൽ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അത് ഓട്ടോമാറ്റിക്കലി ഇപ്പം പറഞ്ഞില്ലേ ബോണ്ട് എങ്ങനെ ക്രിയേറ്റ്, അത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഇവൻച്വലി അത് വന്നു പോയത്. അങ്ങനെയല്ലോ ഏതുള്ളൂ സന്ദർഭങ്ങളിൽ ഇഷ്യൂ വന്നപ്പം സോറി പറഞ്ഞപ്പോൾ മനസ്സിലായി ഇതാണ് ദി ബെസ്റ്റ്. അതാണ് നമ്മൾ മനസ്സിലാക്കുക, സോറി പറയുക, അവിടെ കഴിഞ്ഞ പ്രശ്നം അവിടെ കഴിഞ്ഞു, അത് മൂവ് ഓൺ ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക, അത്രയേ ഉള്ളൂ. പിന്നെ അത് വെച്ച് പിന്നെയും ബ്ലെയിം ചെയ്ത് നീ എന്നെ ചെയ്ത് പിന്നെ അവർ അച്ഛനെ പറഞ്ഞ് അച്ഛൻ്റെ അച്ഛനെ പറഞ്ഞ് അച്ഛൻ്റെ അച്ഛനെ പറഞ്ഞ് അങ്ങനത്തെ കളികളൊന്നുമില്ല. തീർന്നു. പിന്നെ ഈ യങ് കപ്പിൾസിനോടൊക്കെ പറയേണ്ടത്, നമ്മൾ ഈ അടി ചെയ്യുന്നതൊക്കെ എന്തിനാണ് ഈ അടി ചെയ്യുന്നത്? എല്ലാവരും നമ്മളൊക്കെ ഈ ഭൂമിയിലൊരു ഗസ്റ്റാണ്. കുറച്ച് നമ്മൾ അടി കഴിഞ്ഞ് പിണക്കങ്ങൾ ഇതൊക്കെ മൈൻഡിലൊക്കെ വെച്ച്
ദൂഷിച്ച് നെഗറ്റീവ് അടിച്ച് അവസാനം ഒരു ദിവസം മരിച്ചു കഴിഞ്ഞിട്ട് അയ്യോ ആ ദിവസങ്ങളായിരുന്നു വളരെ നല്ലത്, ഒരു 5-6 സ്റ്റാറ്റസ് ഇട്ട് സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല, പോയത് പോയി. ഉള്ള സമയത്ത് നല്ല രീതിയിൽ പോസിറ്റീവ്. ഞാൻ മിറിനോട് എപ്പം പറയും ബി പോസിറ്റീവ്. എന്തായാലും ചില ആൾക്കാർ എന്തെങ്കിലും ഒരു പോയിന്റ് വരുമ്പോഴത്തേക്ക് ഏറ്റവും ആദ്യം അതിൻ്റെ നെഗറ്റീവ് വശങ്ങളാണ് മനസ്സിൽ ആലോചിക്കുക. ഞാനെപ്പോഴും പറയും ആ നെഗറ്റീവ് കാണില്ല, അതിൻ്റെ പോസിറ്റീവ് കാണും. പിന്നെ നല്ലത് സംസാരിക്കുക, നല്ലത് കാണും. ഇതൊക്കെ ആക്ച്വലി ആൾക്കാർ പറയില്ലേ ഈ പോസിറ്റീവ് എനർജി ദൈവം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും ഈ നല്ലത് തന്നെ പറഞ്ഞുകൊണ്ടെന്നൊക്കെ ആദ്യം നമ്മൾ നല്ലതാണെന്നുള്ളത് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതും ചെയ്യുന്നതും പറയുന്നതും എല്ലാം നല്ലതാവും. ഞങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് സംസാരിക്കാൻ ഇഷ്ടമാണ്. അപ്പം അതാണ് നമ്മൾ ഫോളോ ചെയ്തത്. അത് ഭയങ്കര ഒരു വലിയ ഉപദേശം തന്നെയായിരുന്നു. ഓക്കെ. ആൻഡ് ഇപ്പം മിറി ആണെങ്കിൽ തന്നെ ഒരു മദർഹുഡിലേക്ക് വന്നപ്പോഴത്തേക്കും ബേസിൽ ജോസഫ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, വൈഫ് വേറെ ഒരാളായി, ഇങ്ങനെ നമ്മുടെ കൂടെ എല്ലാ കുട്ടിത്തരത്തിനും കൂടെ നിന്ന ഒരാൾ പെട്ടെന്നൊരു കുട്ടി ആയപ്പോഴത്തേക്കും കുറച്ച് മെച്യൂർഡായിട്ട് തിങ്ക് ചെയ്യുന്നു, ബിഹേവ് ചെയ്യുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു ചേഞ്ച് ആയിട്ട്. അപ്പം മിറിക്ക് അങ്ങനെ ഭയങ്കര ഒരു മദർഹുഡിലേക്ക് വന്നപ്പോൾ ഭയങ്കര ഒരു ചേഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ മിറിയുടെ നമ്മുടെ ഡെലിവറി എനിക്ക് ഓരോ റീൽ ഓർമ്മ മറ്റേ ആഫ്റ്റർ മറ്റന്നാൾ ശോഭനന്റെ ഒരു സീനില്ലേ വിടമാട്ടെ മുടിയെ കഴിച്ചിട്ട് ഒരു റീൽ കണ്ടിട്ടുണ്ടോ? നാഗവല്ലിന് ശേഷം അപ്പൊ ആ ഒരു സാധനം അല്ല, ഞാൻ പണ്ടത്തെ എൻ്റെ ഒരു റോങ് ആയിട്ടുള്ള തോട്ടായിരുന്നു ആക്ച്വലി. ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. ഞാൻ വിചാരിച്ചു വി ആർ ദ ബെസ്റ്റ് ഹസ്ബൻഡ്, ബെസ്റ്റ് മദർ ഇൻ ലോ ഡ്യൂറിങ് പ്രഗ്നൻസി എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ആക്ച്വലി ആണ്. എന്നാലും മിറിക്ക് നമ്മൾ അത്രയും കെയർ കൊടുത്തിരുന്നു. ഞാനായാലും എൻ്റെ ഫാമിലി ആയാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും കസിൻസ് ആയാലും ഈവൻ മിറിൻ്റെ ഫാമിലി ആയാലും അച്ഛനും അമ്മയൊക്കെ കഴിഞ്ഞാൽ നല്ല കെയർ കൊടുത്തിരുന്നു. മിറിക്ക് വേണ്ട ഫുഡായാലും അവളുടെ ഇഷ്ടങ്ങളായാലും അവളുടെ ടൈമിങ്സ് ആയാലും എല്ലാം അത്രയും കെയർ കൊടുത്തു. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മൾ ദി ബെസ്റ്റ് മിറിക്ക് കൊടുത്തു കഴിഞ്ഞു. സോ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് ഓപ്പൺ അപ്പ് ആവാൻ തുടങ്ങിയത്. അപ്പം എൻ്റെ മിറിക്ക് അത് വരില്ല എന്ന് ഞാൻ അവിടെ എഴുതി വെച്ചു. ഷീ വിൽ നോട്ട് ഗോ ത്രൂ ഓൾ ദാറ്റ് ഡിപ്രഷൻ അത് ഇതൊക്കെ, ബിക്കോസ് നമ്മൾ അത്രയും കെയർ കൊടുക്കുന്നുണ്ടല്ലോ. ആൻഡ് ദെൻ ഡെലിവറി കഴിഞ്ഞു. ഡെലിവറി സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ മിത്സ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡെലിവറി ടൈം, ഡ്യൂറിങ് ഡെലിവറി, ഡ്യൂറിങ് പ്രഗ്നൻസി, ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്. നോ, മൈ വൈഫ് വിൽ നെവർ ഹാവ് തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പം നമ്മൾ നമ്മുടെ സമേത ആയുർവേദിക്കിലാണ് മിറിയുടെ ഈ പോസ്റ്റ് പാർട്ടം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. അവിടെ ഭയങ്കര ബെസ്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. കാരണം അത് ഒരുപാട് മിറിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സമേതയിലെ ഡോക്ടേഴ്സ്, കൃഷ്യ ഡോക്ടറും ഇതിനൊക്കെ ചെയ്ത് ട്രീറ്റ്മെൻറ്റിൽ ഒരുപാട് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനും ഈ ആഫ്റ്റർ കെയർ ബോഡി ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ അവരുടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മിറി ക്യൂർ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഡബിൾ ഷുവറായി മിറിക്ക് ഒരിക്കലും പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഇല്ല. ദെൻ ഗോയിങ് ഫോർവേഡ് എനിക്ക് മനസ്സിലായി ആക്ച്വലി നമ്മൾ എത്ര കെയർ ചെയ്തിട്ടും കാര്യമില്ല. ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് എവ്രി ഫീമെയിൽ, ഈ ഡെലിവറി കഴിഞ്ഞ ആളായാലും ശരി, ചില ആൾക്കാർക്ക് ഡെലിവറി കഴിയാതെ തന്നെ കുഞ്ഞ് ഇടയ്ക്ക് മിസ്കാരേജ് ആവുക, ഡെലിവറി ചെയ്യാണ്ട് ഇങ്ങനെ അബോർഷനായി പോവുക, അങ്ങനത്തെ ആൾക്കാർക്കും പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉണ്ടാകും. അവരത് ഗോ ത്രൂ ചെയ്യും. അത് നമ്മൾ മനസ്സിലാക്കാണ്ട് വരുമ്പോഴാണ് ഇവരുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസ് ഭയങ്കര ഡ്രാസ്റ്റിക് ആവുന്നത്, ഭയങ്കര വേഴ്സ്റ്റ് ആവുന്നത്. അപ്പം പിന്നെയാണ് എനിക്ക് മനസ്സിലായത് മേരി ആക്ച്വലി അതിൽ കൂടെ പോയിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ചില ആൾക്കാർ പറയും എൻ്റെ അമ്മയൊക്കെ 10 പ്രസവിച്ചിരുന്നു, അമ്മക്ക് അങ്ങനെ അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പോഴത്തെ പെൺപിള്ളേർ റീൽസിൽ കാണിക്കാൻ വേണ്ടി ഇടുന്നു. ആ കാലം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കാരണം അവർക്ക് ഉണ്ടായിട്ടുണ്ട്, അവർക്ക് ഇതിനെപ്പറ്റിയുള്ള ബോധവൽക്കരണം ഇല്ല, അവർക്ക് അതിനുള്ള സമയങ്ങളില്ല. 10 മക്കളെ പ്രസവിച്ച ആൾക്കാരുടെ ലൈഫൊന്ന് ആലോചിച്ച് നോക്കൂ. 10 കുട്ടികളെ നോക്കണം, അത്രയും വലിയ കുടുംബങ്ങളുണ്ടാകും, അത്രയും ജോലികൾ എടുക്കാനുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറി, ഫുഡ് ഹാബിറ്റ്സ് മാറി. പണ്ടൊക്കെ ഫുൾ ജോയിൻറ്റ് ഫാമിലിയാണ്, ഇപ്പം ഐസൊലേറ്റ് ആയി എല്ലാവരും. അമ്മ, അച്ഛൻ, കുട്ടി. ഇപ്പം കല്യാണം കഴിച്ച ഉടനെ ഹസ്ബൻഡ്, വൈഫ്, പിന്നെ ന്യൂ ബോൺ, അങ്ങനെയായില്ലേ. അപ്പോൾ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അപ്പം മിറി ഇങ്ങനെ പോയപ്പം പക്ഷേങ്കിൽ നമ്മുടെ ഒരു ലക്ക് എന്ന് പറയുന്നത് നമുക്കത് മനസ്സിലായി. അതിനെന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ഇവരെ കെയർ ചെയ്യണം. നമ്മൾ ഡ്യൂറിങ് പ്രഗ്നൻസി നമ്മൾ ഭയങ്കര കെയർ കൊടുക്കും. അപ്പോൾ അവരുടെ ദി ബെസ്റ്റ് മൊമെൻ്റാണ്. അവരൊരു ഹെവനിലാണ്. ഇപ്പം നല്ല ഫാമിലിയിലെ ആൾക്കാരാണ് ഞാൻ പറയുന്നത്. മോശം ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാകും, അവസ്ഥയിൽ പോകുന്ന പെൺകുട്ടികളും ഉണ്ട്. അവർക്കൊക്കെ ദൈവം സഹായിക്കട്ടെ. അപ്പം മിറിക്ക് അങ്ങനെ കൊടുത്തതാണ്.
അപ്പം ഈ ചില കുട്ടികൾക്ക് ഡെലിവറി കഴിഞ്ഞപ്പാട് പിന്നെ കംപ്ലീറ്റ് ആ കെയർ പോകുന്നതായിരിക്കാം നമ്മുടെ ബേബീസിന്. ഈവൻ ഹസ്ബൻഡ്സും ഫുൾ അറ്റൻഷൻ കുട്ടീൻ്റെ മുകളിൽ. അപ്പം അവർക്ക് ഇത്രയും ഫസ്റ്റ് ഓഫ് ഓൾ അവരെ കംപ്ലീറ്റ് ബോഡി ഹോർമോൺ എല്ലാം ചേഞ്ചായി ഡെലിവറിക്ക് ശേഷം. അപ്പം അവർക്ക് പെട്ടെന്ന് കുട്ടിയിലേക്ക് എല്ലാ അറ്റൻഷനും ഇവർക്ക് ഈ നോർമൽ ഡെലിവറി ആയാലും ഇവരുടെ സിസേറിയൻ ആയിക്കഴിഞ്ഞാൽ രണ്ടിൻ്റെ ഡിഫറൻസ് ആയിട്ടുള്ള വിഷമതകളുണ്ട്. എന്താണ് ഈ സ്റ്റിച്ചിൻ്റെ പെയിൻ. നോർമൽ ഡെലിവറി ആണെങ്കിൽ എന്തായാലും ഇവർക്ക് സ്റ്റിച്ച് ഇവർക്കൊക്കെ ഒരുപാട് സ്റ്റിച്ച് ഞാൻ കണ്ടിട്ട് എല്ലാ ദിവസവും എൻ്റെ അടുത്ത് പറയും നടക്കാൻ പറ്റാതിരിക്കുക, ബാത്റൂമിൽ പോകാൻ പറ്റാണ്ടിരിക്കുക, ഇരിക്കാൻ പറ്റില്ല, പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ. ഈവൻ സിസേറിയൻ ആയാലും അതിൻ്റെ പെയിന് നിൽക്കാൻ പറ്റില്ല. പിന്നെ ഈ എവറി 2 hours 1 hours കുട്ടികൾക്ക് ഈ പാല് കൊടുക്കുക. ഇവരുടെ ഉറക്കം എന്ന് പറയുന്നത് ഒരു 2 years അല്ല, ഇവർ 2.5 years എന്നോട് നോക്കുന്നുണ്ടാണ്. ഞാൻ ഇന്നും ഒരു അടുത്ത കുട്ടീനെ പ്ലാൻ ചെയ്താലോ എന്നിട്ട് ഇത്രയും ധ്യാനമൊക്കെ കൊടുത്തിട്ടാണ് ചങ്ങ എന്നോട് ഇന്ന് ഇത് ചോദിച്ചത് നോട്ടല്ലേ. അപ്പം അവരുടെ ഉറക്കമൊക്കെ ഭയങ്കര കോംപ്രമൈസ്. അപ്പം ഇതൊക്കെ ഇവരുടെ ഹോർമോൺ ചേഞ്ചസ് ചെയ്യുമ്പം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഈ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന പുതിയ ഹസ്ബൻഡ്സിനൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവരെ കൈവിടാണ്ട് ഇവരെ ചേർത്ത് നിർത്തേണ്ട ഒരു സമയമാണ്. ഇവരെത്ര ദേഷ്യം പിടിച്ചാലും ഇപ്പം അവരുടെ സൈഡിലാണെങ്കിൽ കൂടി തെറ്റാണെങ്കിൽ കൂടി നമ്മളത് സഹിച്ച് അവരെ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് അവർ റിയാക്ട് ചെയ്യുന്നതെന്നുള്ള മനസ്സിലാക്കുന്ന ഒരുപാട് പെൺകുട്ടികളുടെ ഒരുപാട് കപ്പിൾസിൻ്റെ ലൈഫ് വളരെ സ്മൂത്തായി പോകും. അത് എനിക്ക് തോന്നുന്നു ഡ്യൂറിങ് പ്രഗ്നൻസിനെക്കാട്ടും കൂടുതൽ ഇവർക്ക് കെയർ കൊടുക്കേണ്ട ഒരു സമയം ആഫ്റ്റർ പ്രഗ്നൻസി ആ സമയത്താണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഒരാണിരുന്നിട്ട് അങ്ങനെ പറയുമ്പോൾ നോർമലി ലേഡീസിന് അത് മനസ്സിലാവും. പക്ഷെ ഒരു പാർട്ട്ണർ യു ആർ സോ ലക്കി അങ്ങനെ ഒരാൾ മനസ്സിലാക്കിയത് പറയാന്ന് വെച്ചാൽ അത് വലിയ കാര്യം തന്നെയാണ്. ഞാൻ ഡീപ്പായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനുള്ള വേറൊരു കാരണം അറിയായിട്ട് അങ്ങനെ പറയണത് 2 വാക്ക് പൊക്കി അത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് 2 വാക്ക് പറയേണ്ടതാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കാനുള്ള വലിയൊരു കാരണം ഡ്യൂറിങ് പ്രഗ്നൻസി മെറീൻ്റെ ലേബർ റൂമിൽ സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് മിംസ് ഹോസ്പിറ്റലിൽ ഞാനും മെറീൻ്റെ കൂടെ ഉണ്ടായിരുന്നു ലേബർ സൂട്ടിൽ. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മെറി ഡെലിവറി ചെയ്യുമ്പം ഒരു സ്ട്രെങ്ത്തിന് എന്തായാലും ഇവരെടുക്കുന്ന ഒരു പെയിനിൻ്റെ ഒരു 0.5% പോലും നമുക്ക് മനസ്സിലാവത്തുമില്ല എന്താണ് പെയിൻ. നമുക്കത് പെയിന് എടുക്കാനും പറ്റില്ല. നമുക്ക് ഓൺലി അവർക്ക് മനസ്സിനുള്ള ധൈര്യം കൊടുക്കുക എന്നുള്ളത് മാത്രം. അതിനുവേണ്ടി ഞാൻ നിന്നിരുന്നു. അപ്പം അതിൽ ഏറ്റവും വലിയ ബെസ്റ്റ് മൊമെന്റ് എന്ന് പറയുന്നത് ഈ എപ്പിഡ്യൂറലൊക്കെ ഉണ്ടല്ലോ ഇപ്പം നമുക്ക് പെയിന് ഇല്ലാണ്ടൊക്കെ. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ. എപ്പിഡ്യൂറലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ്, പക്ഷേ ഇഷ്യൂസ് ഒന്നുമില്ല. ഡോക്ടറൊക്കെ നമുക്ക് കൗൺസിലിംഗ് ഒക്കെ തന്നിരുന്നു. എന്നാലും ഞാൻ അവിടെ ഒരു ചെറിയൊരു സെൽഫിഷായി. അവൾക്ക് മുന്നോട്ട് പോയിട്ട് എന്തെങ്കിലും പ്രശ്നം വരാതിരിക്കട്ടെ എന്ന് വെച്ചിട്ട് അതൊന്നും എടുത്തില്ല. ഇങ്ങനെ പെയിൻ കൊണ്ട് ഇങ്ങനെ നിലവിളിക്കാണ്. എടുക്കട്ടെ അപ്പൊ മിത്തേട്ടൻ ആരൊക്കെയോ വിളിച്ച് ചോദിക്കാം ഇത് എടുത്തോ കുഴപ്പമുണ്ടോ. അപ്പോഴത്തേക്ക് എനിക്ക് പെയിൻ സ്റ്റാർട്ടായി. ഇത് പെയിൻ സ്റ്റാർട്ടാവുന്നതിന്റെ ഒരു ഹാഫ് ആൻ അവർ മുന്നേ എടുക്കണം. അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഒരു എഫക്റ്റ് ഇല്ല. അപ്പോഴത്തേക്ക് എനിക്ക് പെയിൻ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു എടുത്തിട്ട് ഒരു കാര്യമില്ല മോളെ, കൈ കിട്ടിയ കൊല്ലായിരുന്നു. വേദന പോലെ അത് പെയിൻ എന്ന് വെച്ചാൽ എനിക്ക് വരും പോകും അങ്ങനെ ഒരു 8 hours എനിക്ക് പെയിൻ ആയിരുന്നു. ഇങ്ങനെ പെയിൻ ഇങ്ങനെ വരുമ്പോൾ എൻ്റെ അടുത്ത് സിനിമയിലൊക്കെ കാണുന്ന ഡയലോഗ് ഇല്ലേ, എന്റെ വേദന എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഞാനിങ്ങനെ പറഞ്ഞേ വേദന എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനിപ്പോ എടുത്താണ്. ഇവൾക്ക് കാലിന് ലെവലീസ് ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ഒറ്റ ചവിട് ഞാൻ അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ഞാൻ പറയും എല്ലാ ഹോസ്പിറ്റലിലും ഈ ഫെസിലിറ്റി ഫ്രീ ആയിട്ട് ഹസ്ബൻഡ്സിന് കൊടുക്കണം. ഒരുപാട് ഫാമിലീസ് ഒരുപാട് കപ്പിൾസിന്റെ ലൈഫ് ഈ ബോണ്ടിങ്ങിന്റെ ചോദിച്ചുകൊണ്ട് ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്തത് അവര് മനസ്സിലാക്കും. ഈ നമ്മൾ ഇപ്പം ഈ സൊസൈറ്റിയിൽ നടക്കുന്ന പെണ്ണുങ്ങളെ തെറി വിളിക്കുക, സോഷ്യൽ മീഡിയയിൽ ചീത്ത പറയുക, അല്ലെങ്കിൽ എന്താണ് ഈ നടക്കുന്ന റേപ്പ്, ആൾക്കാരെ ഒരു പെണ്ണിനെ കാണുമ്പോഴത്തേക്കും പല രീതിയിൽ അവരെ നോക്കുക, സ്റ്റെയർ ചെയ്യുക, അവരെ ഡിസ്കംഫേർട്ട് ചെയ്യുക, ഇതൊന്നും തോന്നില്ല. മനുഷ്യനാണെങ്കിൽ തോന്നില്ല. കാരണം അത്രയും ഒരു പെയിനിലൂടെ ആ ഒരു അവസ്ഥയിൽ കൂടി അവർ ആ ഡെലിവറി സമയത്ത് പോകുമ്പം എനിക്കൊക്കെ ഏത് പെണ്ണിനെ കണ്ടാലും ആ ഒരു വേറെ രീതിയിൽ നോക്കാൻ തോന്നാറില്ല, ഇപ്പോഴും തോന്നാറില്ല.
കാരണം എനിക്ക് എൻ്റെ വൈഫുണ്ട്. അപ്പം ഒരാൾ നോക്കുമ്പം എനിക്ക് അങ്ങനത്തെ ഒരു ഫീല് വരാറില്ല. അപ്പം ഭാര്യനോടുള്ള റെസ്പെക്റ്റും ഭാര്യനോടുള്ളൊരു സ്നേഹം ലൈഫ് ലോങ് അങ്ങനെ നമുക്ക് അതുണ്ടാവും, അത് ക്രിയേറ്റ് ആവും. കാരണം ആ ഒരു പെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സെൽഫിഷ്നെസ് ആണല്ലോ ഒരു ബേബി ഉണ്ടാവും എന്ന് പറയുന്നത്. അല്ലാണ്ട് കുഞ്ഞ് നമ്മളോട് ഒരിക്കലും പറയുന്നില്ല എനിക്ക് അച്ഛനും അമ്മയും നിങ്ങൾ വേണം, എന്നെ ഒന്ന് ജനിപ്പിക്കുന്നു ഒരു കുഞ്ഞും പറയുന്നില്ല. നമുക്ക് നമ്മുടെ ലെഗസി കണ്ടിന്യൂ ചെയ്യണം, അതുകൊണ്ട് നമുക്കൊരു കുഞ്ഞ്, നമ്മൾ സെൽഫിഷ് ആയിട്ടാണ് നമ്മൾ ഓരോരു കുഞ്ഞിനെയും ഉണ്ടാക്കുന്നതും ഇതാക്കുന്നതും. അപ്പോൾ ആ ഒരു സെൽഫിഷ്നെസ്സിൽ ഏറ്റവും കൂടുതൽ പെയിനും പ്രശ്നങ്ങളും ഗോ ത്രൂ ചെയ്യുന്നത് വൈഫും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റീസൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ ചിന്താഗതി മാറും ടുവേർഡ്സ് വിമൻസ് ഹറാസ്മെൻറ്റ്, ഡൊമസ്റ്റിക് വയലൻസ്, അത് ഇത് എന്നൊക്കെയുള്ളതിന് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്നിൽ വന്നൊരു ചേഞ്ചസ് അങ്ങനെയാണ്. ഞാൻ അങ്ങനത്തെ ആളെന്നല്ല ഞാൻ പറയുന്നത്, കാരണം എനിക്കുണ്ടായിരുന്ന സ്നേഹവും റെസ്പെക്റ്റും വാല്യൂവും ഇവരെ മനസ്സിലാക്കാനുള്ളൊരു കഴിവും അതിനുശേഷം ഒരുപാട് ഹൈ ലെവലിലേക്ക് അത് മാറിക്കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ഞാനൊരിക്കലും മെറീന തല്ലുവോ പിടിക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കുറേ കമൻസ് ഒക്കെ വരുമല്ലോ, അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഭയങ്കര ഡൗൺ ആയി പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ 2-3 എനിക്ക് അങ്ങനെ എഫക്റ്റ് ചെയ്യാറില്ല. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിക്കൽ പോലും കാണാത്ത ഒരാൾ, നമ്മളുമായിട്ട് ഒരു റിലേഷനും ഇല്ലാത്ത ഒരാൾ, നമ്മളെ അമ്മാമ്മനല്ല, ഫ്രണ്ടല്ല, അച്ഛനല്ല, അമ്മയല്ല, നെയ്ബറല്ല, ഒന്നുമല്ല, നമ്മളെക്കുറിച്ച് ഒരു പെർസെൻറ്റേജ് പേഴ്സണലി അറിയാത്ത ആൾ ഏതോ ഒരു മൂലക്ക് നിന്നിട്ട് അയാളുടെ ഫ്രസ്ട്രേഷൻ, അയാളുടെ മെൻ്റൽ പ്രോബ്ലം, അയാളുടെ സ്ട്രെസ്സ്, ഇതൊക്കെ കാരണം മറ്റുള്ള ആളുടെ ഒരു ഹാപ്പിനെസ് കാണുമ്പം നെഗറ്റീവ് പറയുന്ന ഒരാൾ നെഗറ്റീവാണ്. ഞാൻ ഒരിക്കലും ഇപ്പം നിങ്ങളുടെ ഒരു വീഡിയോസോ ഒരു ഫോട്ടോസോ എന്തോ ആയിക്കോട്ടെ, എന്ത് മോശമായാലും ശരി നല്ലതായപ്പോൾ നല്ലത് പറയും, മോശമായി കഴിഞ്ഞാൽ എന്നെ അത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. സൊസൈറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ നമുക്ക് പറയാം, ആരെയും ഹാം ചെയ്യാം, അതൊരു ഒപ്പീനിയൻ പറയാം, അത് ഓക്കെ. അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള നിങ്ങളൊരു ബെസ്റ്റ് മൊമെൻറ്റോ അല്ലെങ്കിൽ ഒരു മെമ്മറീസോ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് തോന്നിയിട്ട് നിങ്ങളിട്ടൊരു ഡ്രസ്സ്, അതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങളെ സന്തോഷത്തിന് ഒരു പോസ്റ്റ് ചെയ്തു, അത് കണ്ടിട്ട് എനിക്ക് നെഗറ്റീവ് തോന്നേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്നാൽ ഞാൻ എൻ്റെ മൈൻഡിൻ്റെ ഉള്ളിൽ ഞാൻ പ്രോസസ്സ് ചെയ്യാണ് നെഗറ്റിവിറ്റി. ഞാൻ നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ നെഗറ്റീവ് പറയുന്നതും നെഗറ്റീവ് എഴുതുന്നതും. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. നിങ്ങൾ പറയുന്ന നെഗറ്റീവ് എന്നെ എഫക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നെഗറ്റീവ് ആകണം. അതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്യാറേ ഇല്ല. എന്നാലും ചില കാര്യങ്ങൾ നമ്മളെ പ്രിക്ക് ചെയ്യും. നമ്മുടെ ഇപ്പം മെറീന ചില സമയത്തൊക്കെ ഇത് നമ്മളെ പോലെ അല്ലല്ലേ നിങ്ങളൊക്കെ, ഇവർക്ക് നിങ്ങളുടെ മന്ത്ലി സൈക്കിൾ വരുമ്പോൾ നിങ്ങളുടെ ഹോർമോൺ അപ്പ് ആൻഡ് ഡൗൺ ആകും, നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങൾ വരുമ്പം ഇഷ്യൂസ് വരും. അപ്പോൾ അത് ഫീമെയിൽസിൻ്റെ കാര്യത്തിൽ വേറെയാണ്. മെറീന ചില കമൻസും കാര്യങ്ങളൊക്കെ വല്ലാണ്ട് സ്ട്രെസ് ഔട്ട് ചെയ്യാറുണ്ട്. അന്നേരം ഞാൻ പോയി ഞാൻ വലിയൊരു കൗൺസിലറാകും, ഞാൻ കൗൺസിൽ ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യും. ഞാൻ മെറീനോട് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെറീനോടും പറയുന്നത്. നമ്മുടെ ചില സമയത്തുള്ള വഴക്ക് ഇതായിരിക്കും. കാരണം എനിക്കിഷ്ടമല്ല മെറി വേറെ ആരെങ്കിലും മെറീനെ കുറിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞു, മെറിയുടെ ഡ്രസ്സിനെ കുറിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞു, അവളുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞു, അത് കേട്ടിട്ട് മെറി അപ്സെറ്റ് ആകുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ ബി സ്ട്രോങ്, ഞാൻ പറയണം, എൻ്റെ അമ്മ പറയണം, അവളുടെ അച്ഛൻ പറയണം, അവൻ്റെ സിസ്റ്റർ പറയണം, അല്ലെ അവളുടെ ഫാമിലി ആരെങ്കിലും പറയണം. അവരാരും പറയുന്നില്ല. അവർക്ക് ആർക്കും ഇല്ലാത്ത ഇഷ്യൂ ഈ ഇവിടെയുള്ള ആൾക്ക് ഉണ്ടായിട്ട് അത് കേട്ട് ഒരു വാല്യൂ ഇല്ലാത്ത ആൾ പറഞ്ഞിട്ട് മെറി വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് കേട്ടിട്ട് മെറി അപ്സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് മെറീനെ എഫക്റ്റ് ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്ക് മാത്രമേ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാനും പറയാനുള്ള പറ്റുള്ളൂ. എനിക്കൊരിക്കലും പറ്റാറില്ല. ഞാൻ നെഗറ്റീവ് അല്ല, ഞാൻ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. ശരിക്കും ഈ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻസ് ബേസ് ചെയ്തിട്ടാണോ ഒരു ഷോർട്സ് ഇറക്കിയില്ലായിരുന്നോ? ലൈക്ക് നമ്മളിപ്പോൾ ഷോർട്ട് ഡ്രസ് ഇട്ടിട്ട് റീസെന്റ് വന്ന ഇപ്പൊ അടുത്ത് അത് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാല് വേറാത്ത കാര്യങ്ങൾ പോകുന്നതുകൊണ്ട് അയാൾക്കുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ടും അങ്ങനത്തെ ആൾക്കാർ സൊസൈറ്റിയിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്. സ്വന്തമായിട്ട് എന്തും ചെയ്യും, അതൊട്ടും കാണില്ല. പക്ഷേ എങ്കിൽ പുറമേയുള്ള ആളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും മോശങ്ങൾ പറയാനും ഭയങ്കര എനർജി ആയിരിക്കും അവരെ നെഗറ്റീവ് ആക്കാം. അപ്പൊ അവർക്കുള്ളൊരു എന്താ പറയുക ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെ കൊടുക്കാറൊക്കെ അങ്ങനെ നമുക്കൊരു ആശ്വാസം. ശരിക്കും ഇങ്ങനെ കമന്റ്സ് ഒക്കെ വരുമ്പോൾ മെറി പ്രതികരിക്കാറുണ്ടോ? നേരിട്ട് എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞ റിയാക്ട് ചെയ്യാറുണ്ടോ? റിയാക്ട് ഒന്നും ചെയ്യില്ല. മെറി എൻ്റെ അടുത്ത് വന്നിട്ട് പറയും
എന്നിട്ട് പുറത്ത് മേരി ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കോമന്റ്സ് വായിക്കാറേ ഇല്ല. എന്റെ മെസ്സേജസ് പോലും എനിക്ക് ഓപ്പൺ ചെയ്യാൻ പേടിയാ. ഞാൻ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളല്ല. എൻ്റെ ഒരു വീക്ക് പോയിന്റ് അതാണ്. അപ്പം മിത്തായിട്ട് ഇന്നാള് ഏതോ ഒരു വീഡിയോയിൽ വന്ന കമന്റ് ഇങ്ങനെ ഷെയർ ചെയ്യുക, വേറെ ഒരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ ഞാനത് കേട്ടു. പിന്നെ എനിക്ക് അത് തന്നെയായിരുന്നു എൻ്റെ മൈൻഡിൽ ഒരു 2 days. കാരണം നമ്മളെ ഒട്ടും അറിയാത്ത ഒരാൾ നമ്മൾ എവിടെയോ ഇരുന്നിങ്ങനെ എനിക്ക് ആ കമന്റ് ഇപ്പോഴും ഓലയിക്കുന്ന ടെൻഷനാണ്. അങ്ങനത്തെ നാസ്റ്റി കമന്റ്സ്. പക്ഷേങ്കില് അങ്ങനെ ഒരു കമന്റ് വന്നപ്പോ ചില ആള് ഫേക്ക് പ്രൊഫൈൽ നേടാം, അത് പിന്നെ മൈൻഡ് ആക്കാറില്ല. ഇയാൾ ഇട്ടത് അയാളുടെ പ്രൊഫൈലിൽ നിന്നായിപ്പോയി. അപ്പൊ നമ്മളത് അയാൾക്ക് അറിയുന്ന എല്ലാ ഫോളോവേഴ്സിനും ആ സ്ക്രീൻഷോട്ട് നമ്മളത് അയച്ചു കൊടുത്തു. പക്ഷെ അയച്ചു കൊടുത്ത എല്ലാ ആളും അയാളെ കൊണ്ട് പറഞ്ഞ വളരെ മോശം കമന്റ്സ് ആണ്. ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ നെഗറ്റീവ് പറയാൻ പറ്റുള്ളൂ. ആ കമന്റും ഞാൻ പറയാം. എനിക്ക് വേണ്ട അത് പറയണ്ട, ഞാൻ പിന്നെ ഡൗൺ ആവും. അങ്ങനെ ചില കമന്റ്സ് ഇപ്പം റീസെന്റ് വന്ന ഒരു കമന്റ്, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. ഒരു ഭയങ്കര മോശമായിട്ടുള്ള ഒരു കമന്റ് ഇട്ടു. അപ്പൊ അയാളോട് എന്ത് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. ഞാൻ എന്ത് ചെയ്തു, അയാളെ ഫോളോ ചെയ്യുന്നത്, അയാള് ഫോളോ ചെയ്യുന്ന കുറച്ച് പെൺകുട്ടികളെ ഞാൻ നോക്കി ആരാണ് ഇവരെന്നൊക്കെ. അതുകൊണ്ട് ഞാൻ അവർക്കൊക്കെ ഞാൻ മെസ്സേജ് അയച്ചു, സിസ്റ്റർ ഇത് അറിയുന്ന ആളാണോ അങ്ങനെ. അപ്പോൾ അതിൽ 2-3 ആൾക്കാർ എനിക്ക് റിപ്ലൈ തന്നു, ആ ചേട്ടാ എന്തായിരുന്നു, ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണ്. അപ്പോൾ ആരാന്നൊക്കെ ചോദിച്ചാൽ ഇത് അറിയുന്ന ആളാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഈ ആള് എൻ്റെ വൈഫിന് അയച്ച കമൻസ് ഒന്ന് ഇത് നോക്കും, നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇയാളുടെ. അപ്പം അവർ അയ്യോ ചേട്ടാ സോറി. പിന്നെ ഒരാൾ പറഞ്ഞു എൻ്റെ മാമനാണോ അങ്ങനെ എന്തോ. അപ്പോൾ ഞാൻ പറഞ്ഞു അയാളുടെ വൈഫിൻ്റെ നമ്പർ എനിക്ക് വേണം, അല്ലെ അമ്മേൻ്റെ നമ്പർ തരുമോ. അങ്ങനെ കിട്ടി. ഞാൻ എന്നിട്ട് വൈഫിനും അമ്മക്കും ഈ കംപ്ലീറ്റ് ഇയാളിട്ട കമൻസും മെസ്സേജും അയച്ച ഫോട്ടോസും ഉള്ള തെണ്ടിത്തരം മുഴുവൻ അവരും അറിയട്ടെ. ഞാൻ വിചാരിച്ചു സ്റ്റോറിയിൽ ഇട്ടിട്ടൊന്ന് എക്സ്പോസ് ചെയ്യാൻ. അത് കണ്ടിട്ടല്ല, അവരുടെ വീട്ടിലെ ആൾക്കാർ അറിയണം ഇങ്ങനത്തെ ഒരു എന്താ പറയണ്ടേ നാർസിസ്റ്റോ എന്താ പറയണ്ടേ വൃത്തിയായിട്ട ആളാണ് ഇയാളെന്ന് അറിയട്ടെ. അവരുടെ അച്ഛനും അമ്മയും മക്കളും എല്ലാം അറിയട്ടെ. എന്നിട്ട് ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുത്തു. അയാളതാ ബാക്ക് ടു ബാക്ക് കോൾ ചെയ്യുന്നു, സോറി പറയുന്നു, വീഡിയോ കോൾ ചെയ്യുന്നു, പ്ലീസ് അങ്ങനെ ചെയ്യുന്നു. നമ്മളത് ലീഗലി ആക്കി ചെയ്യാന്ന് വെച്ചു. ഞാൻ ഇനി എല്ലാം അങ്ങനെ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ളതാണ്. ചില കമന്റ്സ് ഒക്കെ നമ്മള് കുഴപ്പമില്ല അതെങ്ങനെയാണെന്ന്. പക്ഷെ ചില കമന്റ്സ് ഉണ്ട് നമ്മള് എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും നമ്മള് മനസ്സിൽ ഈ ചില കമന്റ്സിൽ വന്നിട്ട് പിന്നെ ഇവള് മറ്റവളാണ്, ഇവള് അങ്ങനത്തെ ആളാണ്, ഇവളെ കാണിക്കുന്നു നോക്കുക അങ്ങനെയൊക്കെ പറയുന്നതല്ലേ. ഇങ്ങനെ പറയുന്ന 99% ആൾക്കാരും ഈ ടൈപ്പിലുള്ള ആൾക്കാർ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നെഗറ്റീവ് ആയ ആൾക്കാരുടെ മാത്രമേ നെഗറ്റീവ് പറയാൻ പറ്റുള്ളൂ. റീസെൻ്റ്ലി ഒരു കമൻറ്റ് ഞാൻ കണ്ട, ഇവളെ ബുക്കിംഗ് ഇവളുടെ വൃത്തിയുടെ വേർഡാണ്, എനിക്ക് പറയാൻ താല്പര്യമില്ല, എന്നാലും സിമ്പിളായിട്ട് പറയാം, ഇവളെ ബുക്കിംഗ് ഏറ്റെടുക്കുന്നത് ഇവളെ ഹസ്ബൻഡാണ്. അത് എനിക്കെന്തോ അത് അങ്ങ് ഡൈജസ്റ്റ് ആയില്ല. ചിലതൊക്കെ എല്ലാം ഇഗ്നോർ ചെയ്യല. ഞാനപ്പം ഇയാളുടെ ഈ പറഞ്ഞ പോലെ എല്ലാ ഫോളോവേഴ്സ് ഞാൻ നോക്കി, പെൺകുട്ടികളെല്ലാം കുറേ പെൺകുട്ടികൾ അയാൾ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പം അയാളൊരു മൃഗ ഡോക്ടറും കൂടിയാണ്, ഡോക്ടറാണെന്ന് തോന്നുന്നു, കാരണം സ്റ്റെതസ്കോപ്പ് ഒക്കെ ഇട്ട ഫോട്ടോ ആണ്. അപ്പോൾ ഈ പെൺകുട്ടികളോടൊക്കെ ചോദിച്ചു, ഈ പെൺകുട്ടികളിൽ ഒരു 90% പെൺകുട്ടികൾക്കും ഇയാൾ ആരാന്നറിയില്ല, പക്ഷെ അവർ തിരിച്ച് ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ആളെ അറിയാണ്ട് വെറുതെ അങ്ങ് ഫോളോ ചെയ്ത് ഇങ്ങനത്തെ പണിയെ കിട്ടുക. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും ഇയാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്തെങ്കിലും? അപ്പോഴാണ് അവർ തന്നെ മെസ്സേജസ് നോക്കുന്നത്. അവർക്കൊക്കെ ഇയാൾ അയച്ചിരിക്കുന്നത് വളരെ വൾഗറായിട്ടുള്ള മെസ്സേജ്. നമുക്ക് കമൻറ്റ് ഇട്ടിട്ടേ ഉള്ളൂ, വൾഗറായിട്ടുള്ള മെസ്സേജസ് അയച്ചിരിക്കുന്ന വൾഗറായിട്ടുള്ള വീഡിയോസാണ് പോസ്റ്റ്. അപ്പോൾ ഇയാൾ എന്താ വിചാരിക്കുന്നത്, ഇയാളെ ഫോളോ ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ എന്തോ എക്സ്പെക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇയാൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഈ പെൺകുട്ടികൾക്കൊന്നും ഇത് ആരാണെന്ന് അറിയില്ല, ഇയാൾ എന്താണ് മെസ്സേജ് അയക്കുന്നൊന്നല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പം ഇയാൾ നമ്മളെക്കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ട്, അയാൾ ഭയങ്കര സംഭവമാണെന്നുള്ളത്. ഉള്ളിലെത്തി നോക്കുമ്പോഴാണ് അറിയുന്നത് ശരിയായ ക്രിമിനലാണ് ഇയാൾ. അപ്പം അങ്ങനത്തെ ആൾക്കാരുണ്ട്. പിന്നെ ഇപ്പോൾ ആരും ഒരു കമൻറ്റ് മെസ്സേജൊക്കെ ഉണ്ടായിരുന്നു, വോയിസ് മെസ്സേജ്. നമ്മളെ ഈ വീടിൻ്റെ വീഡിയോസ് ഭയങ്കര എക്സ്പോസ്ഡ് ആയല്ലോ സോഷ്യൽ മീഡിയയിൽ. ഒരു 2-3 വീക്സ് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരാളാണോ ഒരു പെണ്ണാണോ ആണാണോ എന്നറിയില്ല, നിങ്ങൾ നോക്കിക്കോ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും ഇതേ സമയം നിങ്ങളെ വീട് ജപ്തിയായി ലോൺ അടക്കാൻ പറ്റാതെ റോഡിൽ ഇറങ്ങി നിങ്ങൾ എരന്ന് നടക്കുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്ക് തരണേ ദൈവമേ, നിങ്ങൾ നശിച്ചു പോട്ടെ. അത്ര ശത്രുക്കളൊന്നും നമുക്കില്ല, നമ്മൾ അറിയുന്നില്ല നമുക്ക്. ഇവൻ നമ്മുടെ ഫാമിലീസ് ഒന്നും ഒരിക്കലും പറയില്ല, അങ്ങനെ ഫ്രണ്ട്സും പറയില്ല. ഇതാരും എവിടെയുള്ള ആള്. പക്ഷെ എന്താണ് അതിൻ്റെ മോട്ടോ, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ട് പറഞ്ഞു എന്ന് എനിക്കല്ല.
അങ്ങനെ മിലിയോ ജനിച്ച സമയത്ത് ഈ കുട്ടി എന്നെ മരിച്ചില്ല എന്ന് പറഞ്ഞില്ല അങ്ങനത്തെ കമന്റ്സ് ഒക്കെ കുറേ ഉണ്ട്. എന്തിന്? പക്ഷെ ഇതൊക്കെ വന്ന് കണ്ട് നമ്മൾ ഓൾറെഡി സ്ട്രോങ് ആയി. കാരണം നമുക്കിതൊക്കെ നെഗറ്റിവിറ്റിയാണ്. നമ്മൾ ആവശ്യമില്ലാത്ത ഫോട്ടോസ് എന്ത് ചെയ്യും, നമ്മളെ ഗാലറി നമ്മൾ ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ആവശ്യമില്ലാത്ത മെമ്മറീസ് നമ്മൾ ക്ലിയർ ഇറ്റ്. അതുപോലെ റീസെൻ്റ്ലി നിങ്ങളൊരു ഇനാഗ്രേഷന് പോയപ്പം കുട്ടി വീണു, പക്ഷെ കുട്ടീനെ നോക്കിയില്ല അങ്ങനെ പറഞ്ഞിട്ട് കുറേ കമൻസ്. എനിക്ക് തോന്നുന്നു ഞാൻ ആ വീഡിയോയിലാണ് കൂടുതൽ കമൻസ് ചെക്ക് ചെയ്തത്. കാരണം എല്ലാവരും സെയിം ആയിട്ടുള്ള, പക്ഷെ നിങ്ങൾ അതിനൊരു എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ശരിക്കും എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്ന് മനസ്സ് തട്ടി ഫീൽ ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ ജസ്റ്റ് എല്ലാവരും ഇങ്ങനെ പറയുന്നത്? പക്ഷെ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു വീഡിയോ ആരോ ഇങ്ങനെ ഇട്ടതാണ്, നമ്മൾ പോലും ശ്രദ്ധിച്ചിട്ടില്ല മിലിയോ സൈഡിൽ നിന്ന് അങ്ങനെ വീഴും. ആ ഒരു വീഡിയോ വന്നപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അതിൽ പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോന്റെ അടിയിൽ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അതിന് റിപ്ലൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് റിയാക്ട് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ റിയാക്ട് ചെയ്തിട്ട് ആൾക്കാർ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പ്ലസ് മിലിയോ എന്ന് പറയുമ്പോൾ മിലിയോ ഇവിടുന്ന് ഒക്കെ വീഴുന്ന ആളാണ്. അങ്ങനെ ഓടിപ്പോയിട്ട് നമ്മൾ അങ്ങനെ അയ്യോ മിലിയോ വീണല്ലോ അങ്ങനെ ചെയ്യുന്ന പാരന്റ്സ് എല്ലാം ഞാനും അങ്ങനെയാണ്. അതിന് ഞാൻ ബാക്കി കമന്റ്സ് ഒന്നും ഞാൻ റിയാക്ട് ചെയ്യാറേ ഇല്ല. നമ്മളുടെ വീഡിയോസ് റിയാക്ട് ചെയ്തിട്ടുണ്ട് കുറെ ആൾക്ക്, അതിനൊന്നും ഞാൻ റിയാക്ട് ചെയ്യാറേ ഇല്ല. അത് അവരുടെ കണ്ടന്റ് ആണ്. ചിലപ്പം അങ്ങനെ റിയാക്ട് ചെയ്തിട്ടായിരിക്കും അവര് ഈ മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് അവരുടെ കണ്ടന്റ്, നമ്മളെ കണ്ടന്റ് ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് ക്ലിയർ. പക്ഷെ ഇതിന് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല അല്ല, എന്തോ സ്റ്റോറിയാണ്. ഞാനൊരു വലിയ റൈറ്റിംഗ്സ് ആണ് കൊടുത്തത്. അത് വെച്ചാൽ അതിന് എനിക്ക് തോന്നി ഇതൊരു നമ്മൾ പേരൻസിലേക്ക് എത്തിക്കേണ്ട ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ ഒരു ക്ലിയറൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മൾ ന്യൂ ബോൺ പാരൻസ് ആണ്, നമ്മൾ ആദ്യത്തെ ബേബിയാണ്, നമ്മളെല്ലാം പഠിക്കുന്നു, നമ്മളെല്ലാം റിസർച്ച് ചെയ്യുന്ന പോലെ ഓരോ ദിവസവും ചാലഞ്ചിങ് ആണ്, ഒരു ദിവസം സംതിങ് ന്യൂ ആണ് വരുന്നത്. അപ്പം നമ്മുടെ കാര്യത്തിൽ മിലിയോ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ലോകത്തിലെ ഏറ്റവും മൂല്യമായ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ വൈഫ് ദെൻ മൈ ബേബി അങ്ങനെ. അപ്പോൾ മിലിയോ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിപ്പോയി ആൾക്കൂട്ടത്തിൽ ഇപ്പം നമ്മളിങ്ങനെ പോവാണ്, ആ സമയത്ത് മിലിയോ വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തന്നെ വീണിട്ടും ഇല്ല, അത് ജസ്റ്റ് ഇങ്ങനെ മിലിയോ ഇപ്പൊ പ്രീ സ്കൂളിൽ പോകുന്നൊരു കുട്ടിയാണ്. പ്രീ സ്കൂളിൽ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കളിക്കുന്നതും വീഴുന്നതും ഒന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ ടീച്ചേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് അവിടെ ആക്കുന്നു, തിരിച്ചു കൂട്ടിയിട്ട് വരുന്നു. അപ്പം ഇങ്ങനെ ഒരു ആൾക്കൂട്ടം ഇത്രയും ഒരു 3.5 വയസ്സായ കുട്ടി വീണ് കഴിഞ്ഞാൽ ഓടിപ്പോയി നമ്മൾ എടുക്കുമ്പം അവൻ ഏറ്റവും ആദ്യം നോക്കുന്നത് ആ ഒരു ചുറ്റുപാടായിരിക്കും. ആ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ അവനെ വീക്ഷിക്കുന്നുണ്ടാവും. അവന് ആദ്യം അവിടെ എംബാരസ്മെൻ്റ് ആയി. കാരണം അവൻ്റെ മൈൻഡിൽ പ്രോസസ്സ് ആവുന്ന ഞാൻ വീണാലൊന്നും സ്വന്തമായിട്ട് എണീക്കാൻ പോലും കഴിവില്ലാത്ത കുട്ടി എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് അവൻ്റെ അടുത്ത് വരും. എനിക്ക് അതിനുള്ളൊരു പവർ ഇല്ല, അല്ലെങ്കിൽ എനിക്കത് പറ്റില്ല, ഒറ്റയ്ക്ക് എണീക്കാൻ പറ്റില്ല എന്നുള്ളൊരു അപ്പം വീണ് കഴിഞ്ഞാൽ അവിടെ നിന്ന് എണീക്കണം. നമ്മൾ വീഴ്ചയിൽ നിന്ന് എണീക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും റൈസ് ചെയ്യുന്നത്, നമ്മൾ ഉയർച്ചയിലേക്ക് പോകുള്ളൂ. വീണിടത്ത് തന്നെ കിടക്കുകയാണെങ്കിൽ ആൾക്കാർ അയ്യോ 3-4 അറിയാത്ത ആൾക്കാർ കൂടി നിൽക്കുക, അയ്യോ വീണ് പറ്റി. ആ സിമ്പതി കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അവനവിടെ സ്ട്രോങ് ആക്കുകയാണ് വേണ്ടത്. നമ്മൾ പോയി എടുത്ത് പൊക്കി നാളെ അവൻ സ്കൂളിൽ പോയി വീണ് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ പോയി വാരിക്കോരി എടുത്ത് ഉമ്മ വെച്ച് താലോലിച്ച് പൊന്നാരിച്ച് നിൽക്കാൻ അവിടെ ടീച്ചർമാർക്ക് അവിടെ 10-50 കുട്ടികൾ വേറെയുണ്ട്. 50 കുട്ടികളും വീഴാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അത് പഠിപ്പിക്കാൻ പറ്റുമോ? അതിൻ്റെ ആവശ്യമില്ല. അവൻ വീഴട്ടെ, അവൻ സ്കൂളിൽ പോയാൽ വീഴട്ടെ. നെക്സ്റ്റ് ടൈം സ്കൂളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ അവൻ വെയിറ്റ് ചെയ്യും ടീച്ചർ വരാനോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് എടുക്കാനോ. എടുത്തിട്ടില്ലെങ്കിൽ കുട്ടിക്ക് സങ്കടമാകും, അവനൊരു സ്ട്രോങ് ഒരിക്കലാവില്ല. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ വീഴ്ചകളിൽ കുട്ടികൾ വീഴണം, ഓടണം, പഠിക്കണം, അവിടെ നിന്ന് എണീക്കണം, സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടാകണം. അവനെ ഇത്രയും ആൾക്കൂട്ടം വീഴുമ്പോൾ നമ്മൾ പോയി എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കോൺഫിഡൻസ് ആണ് നമ്മൾ അവിടെ നശിപ്പിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. അവൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരട്ടെ, അവൻ എല്ലാം വീഴും. ഇന്നലെ ഒരു ഇൻസിഡന്റ് ആയ, നമ്മൾ ഇന്നലെ ഒരു മാരേജിന് ഫുള്ള് ക്രൗഡാണ് ആ ഹാളില്. ഒരു കുഞ്ഞു കുട്ടിയാണ്. അപ്പം അവൻ നമ്മളെ അടുത്ത് നിന്ന് മിസ്സായി. ആ ഹാളിലേക്ക് അവൻ എവിടെയോ ഓടിപ്പോയി. ചില കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, പാരന്റ്സ് പെട്ടെന്ന് മിസ്സായി അവർ പാനിക്കായി കരയാനാ തുടങ്ങുക. പക്ഷെ മിലിയോ പെട്ടെന്ന് നമ്മളെല്ലാം സ്ട്രെസ് ചെയ്യാൻ തുടങ്ങി, നമ്മളെ ഫാമിലി ഏട്ടന്മാരൊക്കെ നോക്കാൻ തുടങ്ങി മിലിയോ. അപ്പൊ അവൻ ഏതോ കോർണറിൽ നിന്ന് അമ്മേ അമ്മ ഭയങ്കര കരഞ്ഞോണ്ടല്ല വിളിച്ചത്, അമ്മേ അപ്പാന്നൊക്കെ ഇങ്ങനെ ഒച്ചത്തിൽ വിളിച്ചു, പപ്പാന്ന് വിളിച്ചു. അവനൊരു അപ്പയുണ്ട്, അവൻ കരഞ്ഞില്ല, അവൻ പാനിക് ആയില്ല. അവൻ എന്ത് ചെയ്തു, സ്മാർട്ട് ആയിട്ട് കോർണറിൽ, കാരണം നമ്മള് ഭക്ഷണത്തിന് അവിടെ നിൽക്കാണ്,
മിലിയോ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ബേബിയാണ്. ഓടി ചാടി വീണ് അവനങ്ങനെയാണ്. അപ്പം നമ്മളിങ്ങനെ ഒരു മാറ്റർ ഓഫ് സെക്കൻഡ്സ് പെട്ടെന്ന് ബ്ലിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് അവനെ കാണുന്നില്ല. അവനെന്തൊക്കെ കണ്ടിട്ട് ചോക്ലേറ്റ്സ് ഐസ്ക്രീം ഒക്കെ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര ക്രൗഡ്. അപ്പം അവൻ മിസ്സായി പോയതാ. അപ്പം തന്നെ നമ്മൾ തേടാൻ തുടങ്ങി. ഇപ്പം അവൻ കോർണറിൽ നിന്നിട്ട് പപ്പ അമ്മ അപ്പയെന്നൊക്കെ വിളിക്കുമ്പം നമ്മൾ കേട്ടു. അപ്പം ഞാനും വിളിച്ചു, വലിയോന്ന് വിളിക്കുമ്പോൾ ആ ഐഡിയ ഉണ്ട് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ എനിക്ക് തന്നെ ഒരു എന്താണ് ഭയങ്കര ഒരു റിലാക്സിങ്. നമ്മൾ ആരും അവനോട് പറഞ്ഞു കൊടുത്തിട്ടില്ല. ക്രൗഡ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ മിസ്സായി കഴിഞ്ഞാൽ അവൻ തന്നെ സ്വന്തമായിട്ട് അത് പഠിച്ചു. അപ്പം ഇതൊക്കെ കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ സിമ്പതി കാരണം ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഴുമ്പോഴത്തേക്ക് ഓടി കോരി എടുത്ത് അവരെ പുന്നാരിച്ച് അവരുടെ ആ ഒരു ധൈര്യത്തെ നമ്മൾ നശിപ്പിക്കരുത്. അപ്പം ഈ അങ്ങനെ പറഞ്ഞ ആൾക്കൊക്കെ ഇത് അറിയണം. കുട്ടികൾ അങ്ങനെയല്ല വളർത്തേണ്ടത്. ഇപ്പം ഒരുപാട് സിനിമയിലൊക്കെ നമ്മൾ കാണുന്നില്ലേ. അപ്പം അവർ പറഞ്ഞതിനോടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഒരുപാട് ഡോക്ടേഴ്സൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു റിയാക്ഷൻ ചെയ്തതൊക്കെ ഞാൻ കണ്ടു. എല്ലാം നമ്മൾ ആ ഒരു ടോപ്പിക്കിന് നമ്മളല്ല ആ ടോപ്പിക്കിനെ ക്ലിയറായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവരെ കുട്ടികൾ അങ്ങനെ ചെയ്യുമ്പം അവരുടെ ഒരു കോൺഫിഡൻസ് ആണ് നമ്മൾ നശിപ്പിക്കുന്നത്. ആൾക്കൂട്ടത്തിൽ അവർ വളരട്ടെ. അവര് കുട്ടികളിപ്പം കുട്ടിയുണ്ടല്ലോ, എത്ര പ്രാവശ്യം കുട്ടി വീഴുന്നുണ്ട്, ഓടിപ്പോയി എടുക്കുക നമ്മൾ. അല്ലെ വീണ നമുക്കറിയാം അതിന്റെ വീഴ്ചയുടെ ആഘാതം എത്രയുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ബേബിയാണ്. ലോകത്ത് നമ്മളെ ബേബീനെ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഇഷ്ടപ്പെടുന്ന പോലെയും ഒരു നെയ്ബറോ ഒരു ഫ്രണ്ട്സോ അല്ലെങ്കിൽ അറിയുന്ന ഒരാളോ കാണുന്ന ഒരാളോ പറ്റില്ല. നമ്മളാണ് അവനക്ക് ജന്മം കൊടുത്തിരിക്കുന്നത്. അവന്റെ പെയിന് അവനേക്കാളും കൂടുതൽ നമുക്ക് ഉണ്ടാവും അല്ലേ. അപ്പം ആൾക്കാർ എന്തായി പറയുന്നത് പറയട്ടെ, മണ്ടന്മാര്.